ഹായ്, ഷാനല്ലേ? ഞാൻ മേഘ. ആ, ഗായത്രി ചേച്ചി പറഞ്ഞിരുന്നു. ഓഫീസിലെ ഞാനിവിടെ വർക്ക് ചെയ്തോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? നമുക്കൊരു കുടുംബമായിട്ട് ഇങ്ങനെ അടിച്ചുപൊളിച്ചങ്ങ് പോവാല്ലോ. കുടുംബോ? അല്ല, എനിക്കൊരു കുടുംബമുണ്ട്, കുട്ടിക്കുണ്ട്, അങ്ങനെ ഒരു കുടുംബമായിട്ട്. ഈ വണ്ടി എങ്ങോട്ടോ പോകുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മിനിറ്റ്. ഓക്കെ. എടോ, ഓ, താനൊരു ഹെൽപ്പ് ചെയ്യോ? ഇതൊന്ന് പിന്നെന്താ, ഇതൊക്കെ ഈസിയല്ലേ. ബോർഡല്ലേ നമ്മളത്ര വെച്ചിട്ടുള്ളതാ. ഡിവോഴ്സ് കൺസൾട്ടന്റാ? ആ, ഞാൻ അഡ്വക്കേറ്റ് ആണെങ്കിലും ഫാമിലി കോർട്ട് കേസസ് ആ കൂടുതൽ ഹാൻഡിൽ ചെയ്യാറ്. പിന്നെ ഈ ഫാമിലി കൗൺസിലിംഗും ചെയ്യാറുണ്ട്. അതല്ലേ തന്നോട് ഞാൻ ആദ്യം ചോദിച്ചത്, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാനിവിടെ വർക്ക് ചെയ്യുന്നതിലെന്ന്. എന്നാ ഇപ്പൊ എനിക്ക് പ്രശ്നമുണ്ട്, താനിപ്പോ ഇവിടെ ഇറങ്ങണം. അതൊന്നും പറ്റത്തില്ല, ഞാനിവിടെ 4 മാസത്തെ അഡ്വാൻസ് കൊടുത്തിട്ടാ വന്നേ. ആ പൈസ മേടിച്ചെന്നോളാം. എനിക്ക് വേണ്ട ആ പൈസ. അയ്യോ, അത് തനിക്ക് നഷ്ടമല്ലേ? അതല്ല ഞാൻ പറഞ്ഞേ, എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ക്ലയൻസിനെല്ലാം ഇവിടുത്തെ അഡ്രസ്സാ കൊടുത്തേ. ഇനി അതൊന്നും മാറ്റാൻ പറ്റത്തില്ല. എടോ, തന്റെ ബിസിനസ് എന്റെ വർക്കിനെ ബാധിക്കുന്നേ. എടോ, തന്റെ ക്ലയന്റ് വേറെ, എന്റെ ക്ലയന്റ് വേറെ. അയ്യോ, അതല്ല, ഞാനിവിടെ ബന്ധങ്ങൾ തമ്മിൽ കൂട്ടി മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ താൻ അപ്പുറത്തുനിന്ന് ബന്ധങ്ങൾ പിരിക്കാനല്ലേ ശ്രമിക്കുന്നത്. അതൊന്നും നടക്കത്തില്ല ഇവിടെ. ഷാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ താൻ ഇറങ്ങിപ്പോയിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. അയ്യേ, എന്റെ പട്ടി പോകും. വന്ന ദിവസം തന്നെ എന്റെ അടുത്ത് അടി ഉണ്ടാക്കാനാ ഭാവെങ്കിൽ താൻ എന്റെ തനി സ്വഭാവം അറിയും. ഓഹോ, അത്രയ്ക്കായ? എന്നാ താൻ എഴുതി വെച്ചോ, തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ ഞാൻ കെട്ടിട്ടിരിക്കും. നോക്കി കാണാം ആരാ പോന്നത്. കാണാം. ഓ, ഒന്ന് പോകും. നീ ഓടി.